സംയുക്ത കിസാൻ മോർച്ചയുടെയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് മലപ്പുറത്തും പ്രതിഷേധം. കോഴിക്കോട് ആദായ നികുതി ഓഫീസ് തൊഴിലാളികൾ ഉപരോധിച്ചു. CITU ദേശീയ ജനറൽ സെക്രട്ടറി അളമരം കരീം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് തൊഴിലാളികളാണ് സമരത്തിന്റെ ഭാഗമാകുന്നത്. മലപ്പുറത്ത് GST ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വാർഷിക ദിനത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ പ്രകാരമുള്ള മിനിമം താങ്ങുവില നൽകുക, തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. 2019-ലും 2020-ലുമായി 19 ഡിസംബർ മാസത്തിലും 20 ജനുവരി മാസത്തിലുമായിട്ടാണ് പാർലമെന്റ് 29 പഴയ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് അതിൽ ഭേദഗതികൾ വരുത്തി 4 പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത്. ലേബർ കോഡുകൾ എന്ന് പറഞ്ഞാൽ തൊഴിൽ നിയമങ്ങൾ എന്ന് തന്നെ എൻ്റെ അർത്ഥം. ഈ തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളികൾക്കുണ്ടായിരുന്ന അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കി. മാത്രമല്ല നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങൾക്കും എതിരാണ് ഈ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങൾ. തൊഴിലാളികളുടെ തൊഴിൽ സമയം സംബന്ധിച്ച ക്രമീകരണം തൊഴിൽ നിയമങ്ങളിലൂടെ വ്യവസ്ഥ ചെയ്തതാണ്. പുതിയ നിയമം അനുസരിച്ച് ജോലി സമയം ദീർഘിപ്പിക്കാൻ മാനേജ്മെന്റുകൾക്ക് അവകാശം കൊടുത്തു. 12 മണിക്കൂർ വരെ ദീർഘിപ്പിക്കാൻ അവസരം കൊടുത്തു.